അപ്പം രാവിലെ തന്നെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അപ്പം രണ്ടാമതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ വേഗം തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലിയാക്കാൻ വേണ്ടി വെച്ചേ. പിന്നെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ഗ്യാസിനകത്ത് വേവിക്കാൻ വെച്ചു. പിന്നെ പോയിട്ട് സാമ്പാറിനുള്ള പച്ചക്കറികൾ അരിയും കേട്ടോ. അത് കുറേ പച്ചക്കറികളൊന്നുമില്ല, അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോഴേക്കും തന്നെ നല്ല ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നുകൊണ്ട് എന്താ പറയുക, നാവിൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഇഡ്ഡലി ആയിരുന്നു എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ സാമ്പാറിനുള്ള വെണ്ടയ്ക്ക വേഗം ഒന്ന് ചൂടാക്കി എടുത്തേ. പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വറുത്തെടുത്ത തേങ്ങ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞാൻ വേവിച്ച പരിപ്പ് ചട്ടിക്കകത്ത് ഒഴിക്കും കേട്ടോ. ഞാനിന്ന് വിറകടുപ്പിലാണ് സാമ്പാർ വെക്കുന്നത്, എൻ്റെ പുതിയ മൺചട്ടിയിൽ. പിന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇതേ ചട്നി അരക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ മൊത്തം പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ചായക്കടി ഏട്ടന് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ അത് സെറ്റാക്കി എടുക്കുവാണേ. ഏട്ടൻ ഇന്ന് നേരത്തെ പോകുന്നുണ്ട്. അപ്പം ഇഡ്ഡലിയും കറികളൊക്കെ ഞാൻ വേഗം തന്നെ പെട്ടെന്നൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റും കേട്ടോ. പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അതിനകത്ത് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് കൊടുത്തു വിടുന്നത്. ചില സമയം തിരിച്ചു കൊണ്ടുവരാൻ മറന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിനകത്ത് കൊടുത്തു വിടുന്നത്. മാത്രമല്ല പോയി പെട്ടെന്ന് തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ചായ ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ അത് അത്ര വലിയ പ്രശ്നം വരില്ല. അപ്പോൾ എനിക്ക് ഇഡ്ഡലി വെക്കുന്ന സമയത്ത് എനിക്ക് വച്ചിട്ടൊന്നും മതിയാവുന്നുണ്ടായിരുന്നില്ല. കാരണം വിശപ്പ് മാറുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുറന്നിട്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.